എടീ ഭാര്യയെ ഒന്നീ വാ. എന്താ ചേട്ടാ? എടീ വല്ലതും ആയോ? ഞം എന്തായി? വല്ലം കിട്ടുമോ ഉടനെ വല്ലോ? എന്റെ ചേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ ഇപ്പൊ അകത്തോട്ട് കയറി വന്നത്. 5 മിനിറ്റ് പോയോ ആയിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിക്കുമ്പോഴത്തേന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാ വല്ല മാജിക്ക് ഇരിക്കുന്ന അവിടെ. വിശന്ന് കുടല് കരിഞ്ഞു തുടങ്ങി. വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ കാലത്ത് തന്നാലേ. വിശന്ന് തുടങ്ങി. എന്റെ ചേട്ടാ, നിങ്ങളല്ലേ എപ്പോഴും പറയാറ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കണം, സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കുന്നത്. സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ആഹാരത്തിന് ബുക്ക് ചെയ്തിട്ട് 1 മണിക്കൂർ അവിടെ കാത്തിരിക്കാം, എന്നാലേ വല്ല മുന്നോട്ട് വരത്തുള്ളൂ. അത്രയും സമയമൊന്നും ഞാൻ എടുക്കുന്നില്ലല്ലോ. എടി, നിനക്ക് അതിന്റെ ഗുട്ടൻസ് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഗുഡൻസ് അതെന്തുവാ? ഇത് കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റാർ ഹോട്ടലിലോട്ട് അങ്ങോട്ട് കയറി ചെന്നു, ഇരുന്ന് ഓർഡർ കൊടുത്തു. അത് 1 മണിക്കൂർ കഴിഞ്ഞ് അവൻ കൊണ്ടുവരും. ഈ 1 മണിക്കൂർ നേരം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ആരൊക്കെ വരുന്നു എന്ന് നമുക്ക് കാണാം, എത്ര പേര് വരുന്നു എന്ന് നമുക്കറിയാം. ഇതിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ടോ, കൂട്ടുകാരുണ്ടോ, നാട്ടുകാരുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാമോ? നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ, അവരുടെ ഡ്രസ്സ് എങ്ങനെയാണ്, അവരുടെ ബാക്കി ഫാഷൻ എങ്ങനെയൊക്കെയാണ്, അവർ ചെവിയിട്ടിരിക്കുന്നു, അവരുടെ മുടി, അവരുടെ കണ്ണ്, അത് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇതിനൊക്കെ പ്രത്യേക കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഓ, അത് ശരി. മൊത്തത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ നമ്മുടെ വായ്നോട്ടം വെറുതെ അല്ല നന്നാകാത്തത്.